അങ്ങനെ ബി ജെ പിയുടെ ഒരു താൻ പോരിമയ്ക്കും ഒരു ധാർഷ്ട്യത്തിനും വലിയൊരു തിരിച്ചടിയായി ലോക്സഭയിലെ വനിതാ ബില്ലിൻ്റെ പരാജയം. ഈ 12 വർഷത്തിന് ശേഷമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു ബില്ലിന് ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി പാർലമെൻറ്റിലുണ്ടാകുന്നത്. ഇന്ത്യ സഖ്യം ഒന്നിച്ചു നിന്നു ഒറ്റക്കെട്ടായിട്ട്. അത് വളരെ അപൂർവമാണ്. ഈ കേരളത്തിൽ ഇപ്പോൾ UDF നിന്നതുപോലെ ഒരുപക്ഷെ അവരെല്ലാം കൂടെ അവിടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കാണും. അതുകൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ബി ജെ പി തെരുവിലേക്ക് ഇറങ്ങുകയാണെന്നാണ് പറഞ്ഞത്. അതെ, ഇവരാണ് ഈ വനിതാ സംവരണം അട്ടിമറിച്ചത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. ഈ കേരളത്തിലെ ചില സംഭവങ്ങളോട് സമാനമായൊരവസ്ഥയാണ്. പല കാര്യത്തിലും സർക്കാർ പ്രതിക്കൂട്ടിലാകുമ്പം രാഷ്ട്രീയ വിശദീകരണ യോഗവുമായിട്ട് ഇറങ്ങുന്ന ഒരവസ്ഥയുണ്ടാകും ഇല്ലേ? ഏതാണ്ട് അതുപോലെ തന്നെ ബി ജെ പി രംഗത്തേക്ക് ഇറങ്ങുകയാണ്. ബി ജെ പി രംഗത്തേക്ക് ഇറങ്ങുകയാണ്. സ്ത്രീകളെ സംഘടിപ്പിച്ച് സമരം നടക്കുകയാണ്. എന്ത് ചെയ്തിട്ട് എന്ത് കാര്യമുള്ള? അല്ല, മാത്രമല്ല ഇവർ ചെയ്യേണ്ടിയിരുന്നത് ഇത് ബില്ല് വരുന്നതിന് മുമ്പ് തന്നെ ഈ പ്രതിപക്ഷ എല്ലാ സർവകക്ഷി യോഗം വിളിച്ച് അക്കാര്യത്തിൽ കൃത്യമായൊരു ധാരണയോടുകൂടി മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. മാത്രമല്ല ഈ സീറ്റ് വർധനമുണ്ടല്ലോ, 50% സീറ്റ് വർധനമാണല്ലോ അവർ പറഞ്ഞല്ലേ? അതെ, പാർലമെന്റ് സീറ്റ് 50% 850 മറ്റോ ആയി മാറി. അതായത് 20 സീറ്റുള്ള കേരളത്തിൽ 30 സീറ്റായിട്ട് വർദ്ധിക്കും. എന്നാൽ കേരളത്തിലെ പാർലമെന്റിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തിൽ 20 സീറ്റ് 30 സീറ്റാക്കേണ്ട കാര്യം കേരളത്തിൽ ഇല്ല. അതിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന കൂടി വന്ന ഇതിൻ്റെ ഒരു ഭൂപ്രകൃതിയും ജനസംഖ്യയുടെ ഒരു അനുപാതമൊക്കെ വെച്ചൊരു 2 മണ്ഡലം കൂടി വേണമെങ്കിൽ പുതുതായിട്ടുണ്ടാകുള്ളൂ. നമുക്കറിയാം, മണ്ഡലം പുനഃസംഘടന കൊണ്ടുവന്നപ്പോൾ ചില മണ്ഡലങ്ങൾ ജില്ലാടിസ്ഥാനത്തിലായി എന്നുള്ളതല്ലാതെ ലോക്സഭാ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ വലിയ മാറ്റം കേരളത്തിലുണ്ടായില്ല. 20 സീറ്റായിരുന്നു നേരത്തെ ഉണ്ടത്. നിയമസഭയിൽ സംഭവിച്ചത് ലോക്സഭയിൽ സംഭവിച്ചിട്ടില്ല. ഇല്ല. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ചില മണ്ഡലങ്ങൾ മാറി പുതിയ ചില മണ്ഡലങ്ങൾ വന്നു. പക്ഷെ ഇടുക്കി പാർലമെന്റ് മണ്ഡലം നിലനിൽക്കെ തന്നെ പത്തനംതിട്ട വന്നു. നേരത്തെ ഈ പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് പകുതി മാവേലിക്കരയും പകുതി ഇടുക്കിയുമാണ്. പത്തനംതിട്ട മണ്ഡലമായിട്ട് വരുമ്പോൾ 2 മണ്ഡലങ്ങൾ കോട്ടയത്തു നിന്ന് ഇതിനോട് ചേർത്തു. പത്തനംതിട്ടയിലെ 5ഉം മറ്റേ 2 7. അതായത് 20 × 7 140. അതുപോലെ അടൂര് മണ്ഡലം ഇല്ലാതായി. അടൂര് മണ്ഡലം ഇല്ലാതെ പകരം മാവേലിക്കര വന്നു. അപ്പം ഈ 20 × 7 140. അപ്പോൾ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 മണ്ഡലങ്ങൾ ഒരു പാർലമെൻറ്റ് മണ്ഡലമാക്കി. അങ്ങനെ ആക്കിക്കൊണ്ട് അങ്ങനെ ജില്ലാടിസ്ഥാനത്തിൽ മണ്ഡലം വന്നു. അപ്പം അടൂര് പാർലമെൻറ്റ് മണ്ഡലം അപ്രത്യക്ഷമായി. അതുപോലെ ഒറ്റപ്പാലം പോയി. പിന്നെ പൊന്നാനി ചാലക്കുടി വന്നു. അങ്ങനെ കുറേ സ്ഥലങ്ങൾ വന്നു. മൂവാറ്റുപുഴ പോയിട്ട് എറണാകുളവും കോട്ടയവും മാത്രമായിട്ട് വന്നു. ആലപ്പുഴയിൽ പിന്നെ മാവേലിക്കര നിന്നു. അപ്പം മാവേലിക്കര പഴയ അടൂർ അപ്രത്യക്ഷമായി. ഈ ആലപ്പുഴയും മാവേലിക്കര അങ്ങനെ 2 മണ്ഡലം വന്നു ആ ജില്ലയ്ക്കുള്ളിൽ. അതിനകത്ത് തന്നെ പുനലൂർ തൊട്ട് ചങ്ങനാശ്ശേരി വരെയായി മാറി മാവേലിക്കര മണ്ഡലം. അങ്ങനെയായി. അത് പുനലൂർ തൊട്ട് എനിക്കത് കൊട്ടാരക്കരയൊക്കെ മാവേലിക്കര മണ്ഡലത്തിലാണ് തോന്നുന്നു. പണ്ട് അടൂരിലായിരുന്നു തോന്നുന്നു. അതെ. അപ്പോൾ അങ്ങനെ കയറി വന്നു. ഈ അവിടെ നിന്ന് തുടങ്ങി ചങ്ങനാശ്ശേരി വരെ വരത്തക്ക രീതിയിലോട്ട് ഈ മണ്ഡലം പോയി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വനിതാ സംവരണ ബില്ല് 33% വനിതകൾക്കുള്ള പ്രാതിനിധ്യം എന്നുള്ളത് ഈ 540 കൊണ്ടുവരാനാണ് പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത്. പക്ഷേ ബി ജെ പി ലക്ഷ്യമിട്ടിരിക്കുന്നത് മറ്റൊന്നാണ്. അവരെന്താണ് ഈ 840 അംഗസംഖ്യ ഉയരുമ്പോൾ, ഈ അംഗസംഖ്യ പാർലമെൻറ്റിൻ്റെ MP-മാരുടെ എണ്ണം 540 ഉയരുമ്പോൾ അതിൻ്റെ 33% കൊണ്ടുവരാം എന്നുള്ള കണക്കൂടിലാണ്. അപ്പം ബി ജെ പി ചിന്തിച്ചത് ഒരു വെടിക്ക് 2 പക്ഷി. ഇന്ത്യ സൗത്ത് ഇന്ത്യയുടെ ആവശ്യമേ അവർക്കില്ലായിരുന്നു ഈ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ. കാര്യം ഈ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാനും പോലെ വലിയ വലിയ സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടെ സീറ്റ് കൂടും. സീറ്റ് കൂടി അവർക്ക് കാര്യം എളുപ്പമായി. അപ്പോൾ തെക്കേ ഇന്ത്യയിലും ബി ജെ പിക്ക് ഇനി പല സംസ്ഥാനങ്ങളും ടച്ച് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആ പ്രശ്നം അതോട് പരിഹരിക്കാം എന്നവർ കരുതിയിരിക്കാം. അതായത് പ്രധാനമായും തമിഴ്നാടും കേരളവും നടക്കില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. കാരണം ഈ 2 സംസ്ഥാനങ്ങളും അവരുടേതായിട്ടുള്ള ഒരു ചട്ടക്കൂടിൻ്റെ ഒരു കൾച്ചറിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. അവിടെ ബി ജെ പിക്ക് എന്തുകൊണ്ട് ബി ജെ പിക്ക് ഇവിടെ അധികാരത്തിൽ എത്താൻ പറ്റുന്നില്ല, കൂടുതൽ സീറ്റ് പിടിക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് തക്കതായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് നിലവിലില്ല. ഇവരിവിടെ എത്ര സീറ്റ് വിഭജിച്ചെന്ന് പറഞ്ഞാലും വോട്ട് ബാങ്കിലാണ് കാര്യം. കിട്ടാനാണെങ്കിൽ ബി ജെ പിക്ക് കിട്ടാവുന്ന 2 മണ്ഡലം, ഒന്ന് തിരുവനന്തപുരവും ഒന്ന് തൃശ്ശൂരുമാണ് പാർലമെൻറ്റ് മണ്ഡലം കിട്ടാൻ. അതിൽ തിരുവനന്തപുരം വിജയത്തിന് തൊട്ടടുത്ത് എത്തിയെങ്കിലും തോറ്റുപോയി ഈ പറയുന്ന തൃശ്ശൂരും. പക്ഷേ തിരുവനന്തപുരം ഇനി അടുത്ത ഒരു 2-3 പാർലമെൻറ്റ് ഇലക്ഷൻ നടന്നാൽ പോലും തിരുവനന്തപുരം പിടിക്കാൻ പറ്റുമെന്ന് സാമുദായിക ഘടകങ്ങൾ ഇതിൽ വലിയ ഒരു പ്രധാന ഘടകം.
അത് മറ്റെല്ലായിടത്തും മറ്റേത് സംസ്ഥാനങ്ങളിലേക്കാളും കൂടുതലായിട്ട് അത് കേരളത്തിൽ. അല്ല, നമ്മൾ വേറൊന്നും നമ്മൾ ഒരു രസകരമായ കാര്യം, ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നു. ഈ രാഷ്ട്രീയ പാർട്ടികൾ എത്ര സ്ത്രീക്ക് സീറ്റ് ജയിക്കുന്ന സീറ്റ് കൊടുക്കും? അതാണ് എല്ലാവരും, അത് ഒരാളുടെ കാര്യമെന്നല്ല പറയുന്നത്, എല്ലാവർക്കും ഈ മത്സരിക്കുന്ന ഇത്രയും സ്ത്രീകളെ ഇവർ ചെയ്യുന്നത് സ്ത്രീകൾക്ക് സീറ്റ് കൊടുത്തെന്ന് വെച്ചാൽ സീറ്റ് കൊടുത്തു, മുഴുവൻ നോക്കാനുള്ള സീറ്റ് അങ്ങ് കൊടുക്കും. ശരി, അവിടെ പോയി മത്സരിച്ചോ, പ്രശ്നം അത് സ്ഥിരം പരിപാടിയാണ്. പരിപാടിയാണ്. അതുകൊണ്ടാണല്ലോ പണ്ട് ലതിക സുഭാഷിനെ പോലുള്ള കോൺഗ്രസ്സുകാരികൾ മലമ്പുഴ പോയി മലമ്പുഴയൊക്കെ വി എസിനെതിരെയൊക്കെ ഇടുന്നത്. എന്തോ വി എസിനെതിരെ ഒരു സ്ഥാനാർത്ഥി വേണം, നിങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം വേണം, ഉണ്ട്, വി എസിനെതിരെ ഉണ്ട്, പോയി മത്സരിച്ചു. അതാണ് ഇവിടുത്തെ ഒരു രീതി. അതായിരുന്നു പണ്ട് കാസർഗോട്ടെങ്ങാണ്ട് ഷാഹിദ കമാലിനെ സ്ഥാനാർത്ഥിയാക്കുന്നു, അവർ മത്സരിച്ച്. അതുപോലെയൊക്കെ വളരെ വിചിത്രമാണത്. ജയിക്കാനുള്ള സീറ്റ് ഞങ്ങൾ ആണുങ്ങളുണ്ട്, ഞങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കണം, നിങ്ങൾ സ്ത്രീകളങ്ങ് എടുത്തോ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ പാർലമെൻറ്റിൽ ഒരു വലിയ മുന്നേറ്റമാണ് കണ്ടത്. കാരണം ബി ജെ പിയുടെ ഒരു ഹിഡൻ അജണ്ട എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന ഒരു, അതായത് സ്ത്രീ ബില്ലിൻ്റെ പേരിൽ, സ്ത്രീ ബില്ലിൻ്റെ മറവിൽ, വനിതാ ബില്ലിൻ്റെ മറവിൽ ഒറ്റയടിക്ക് നേട്ടം ഉണ്ടാക്കാമെന്നുള്ള, അതെ, ഒരു ഇത് കൂട്ടി നേട്ടം ഉണ്ടാക്കാം എന്നുള്ള പേരിലാണ്. മാത്രമല്ല പാർലമെന്റിൽ പ്രതിപക്ഷത്തു നിന്നുള്ള എം പിമാർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. അവരതിൻ്റെ കൃത്യമായ കാര്യകാരണ സഹിതം പ്രസംഗം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ NK പ്രേമേന്ദ്രൻ, ഡോക്ടർ ശശി തരൂർ, ജോൺ ബ്രിട്ടാസ് ഒക്കെ എല്ലാവരും, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാർക്ക് തന്നെ അവർ വളരെ ഭംഗിയായി പ്രസന്റ് ചെയ്ത അവിടെ കാര്യങ്ങൾ. ബി ജെ പിക്ക് അത് പറയാൻ പറ്റിയില്ല. അവർക്ക് അതിന് നമ്മൾ കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ അതിന് കൃത്യമായ വിശദീകരണം നമ്മുടെ കൈവശം നമ്മൾ പെട്ടു. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ ഇത്ര ശതമാനം വോട്ട് വേണമെന്ന് വന്നതുകൊണ്ടാണ് ഇവർ പൊളിഞ്ഞു പോയത്. അല്ലെങ്കിൽ ഇപ്പം ഭൂരിപക്ഷം നോക്കാനാണെങ്കിൽ ഭൂരിപക്ഷം കിട്ടി. അതെ, ഉറപ്പാണല്ലോ. ഭൂരിപക്ഷം നോക്കാൻ ഭൂരിപക്ഷം കിട്ടി. കഴിഞ്ഞ ടൈമിലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു, 3-2 ഭൂരിപക്ഷം അവർക്ക് ഉണ്ടായിരുന്നു. ഇത് അന്ന് ചെയ്യാതെയാണ് ഇവർ ഇന്ന് കൊണ്ടുവന്നത്. പക്ഷേ എന്തുകൊണ്ടോ അതിനൊരു സ്വീകാര്യത ലഭിക്കാതെ പോയി. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതിന് കൃത്യമായ നേരത്തെ ഒരു കൂടിയാലോചനയൊക്കെ നടത്തി അപ്പോൾ ആ പ്രതിപക്ഷത്തിൻ്റെയും കൂടെ അഭിപ്രായങ്ങൾ വിലക്കെടുത്ത് വില വെച്ച് അത് അവർ പറയണങ്ങൾ നമ്മൾ അംഗീകരിക്കുക. പക്ഷേ ഇതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം വിശാഖം പറഞ്ഞതാണ്. ഈ സ്ത്രീ സംവരണം എന്നൊക്കെയാണ് പേരെങ്കിലും ഈ മണ്ഡലങ്ങളെ എണ്ണം കൂട്ടുക എന്നുള്ളത് തന്നെയായിരുന്നു അതിൻ്റെ ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നത്. അതാണ് ഇപ്പം നമ്മളിപ്പോൾ ഓസിന് കുറച്ച് കാശ് കിട്ടിയാൽ നമ്മൾ അടുത്ത ബാറി കയറി 2 അങ്ങ് അടിക്കും. ഓസിന് കിട്ടിയത് നമ്മൾ പിന്നെ എന്താ നമ്മുടെ മേല് വന്നിട്ടല്ല, ചുമ്മാ ഒരുത്തം കുറച്ച് കാശ് വന്നാൽ എന്നാൽ പിന്നെ കയറി അടിച്ചേക്കും. നാടോടിക്കാറ്റ് സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. അല്ല, ശ്രീനിവാസ റേഡിയോ കൊണ്ടൊന്ന് ട്രാൻസ്ഫർ കൊണ്ട് വിൽക്കുമ്പോൾ 1000 രൂപ കിട്ടും. അത്രയും നേരം ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ല, അതാണ് ടാക്സി എന്ന് വിളിക്കുന്നുണ്ട്. അതാണ് അപ്പോഴത്തേക്ക് പുള്ളി ഇത് കിട്ടിക്കഴിയുമ്പോഴേ ടാക്സി എന്ന് വിളിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ബി ജെ പി ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഒരു 300 സീറ്റ് കൂടുമ്പോൾ അതിൽ കുറച്ച് സീറ്റ് സ്ത്രീകൾക്ക് അങ്ങ് കൊടുത്താൽ എന്താണ്, അത്രയേ ഉള്ളൂ അവർ ഉദ്ദേശിച്ചുള്ളൂ. അപ്പം അതിൻ്റെ പേരിൽ കുറച്ച് സ്ത്രീകളെ കൊടുത്തു, ഞങ്ങൾ സ്ത്രീകൾക്ക് അവസരം കൊടുത്തു, വനിതകൾക്ക് വേണ്ടി പോരാടി എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്തെ അപകടം മനസ്സിലാക്കിയത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള എം പിമാർക്കാണ് ഇതിൻ്റെ ഒരു അപകടം മനസ്സിലായത്. കർണാടക, തമിഴ്നാട്, തെലങ്കാന, അതുപോലെ കേരള എന്നിവിടങ്ങളിലുള്ള എം പിമാർക്കാണ് ഇതിൻ്റെ ഒരു അപകടം. കേരളത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം, കേരളത്തിൽ ഒരു വനിതാ KPC പ്രസിഡന്റ് ഇല്ല, വനിതാ CPM സംസ്ഥാന സെക്രട്ടറി ഇല്ല, വനിതാ CPI സംസ്ഥാന സെക്രട്ടറി ഇല്ല, ഒന്നുമില്ല, എല്ലാ ആണുങ്ങൾ തന്നെയാണ്. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീ സമത്വം പ്രസംഗിക്കുന്ന CPM-കാർക്ക് 2 അവസരത്തിൽ വനിതകളെ മുഖ്യമന്ത്രിയാക്കാമായിരുന്നു. ആ 2 അവസരത്തിലും അല്ല. ഇപ്പം തന്നെ KK ശൈലജ വേണമെങ്കിൽ അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കാണിക്കാമായിരുന്നു. അവരതിന് തയ്യാറായില്ല. ഇപ്പം സുശീല ഗോപാലിനും KR ഗൗരി അടക്കം കേരളത്തിൻ്റെ വനിതാ മുഖ്യമന്ത്രിമാരാകേണ്ട ആൾക്കാരായിരുന്നു. 96-ൽ VS പരാജയപ്പെട്ട് അടുത്ത മുഖ്യമന്ത്രി ആരാണോന്നുള്ള വിഷയം വന്നപ്പം VS അന്ന് MLA അല്ലാതിരുന്ന നയനാരെ സജസ്റ്റ് ചെയ്തപ്പോൾ വേറെ ഒരു വിഭാഗം സുശീല ഗോപാലിനെ നിർദ്ദേശിച്ചു. അവർ MLA തന്നെയായിരുന്നു, അവർ ജയിച്ചിരുന്നു. അതെ. പക്ഷേ അന്നും സുശീല ഗോപാലിനെ മുഖ്യമന്ത്രി ആക്കിയില്ല. പിന്നെ ഗൗരി മേളരെ നമുക്കറിയാം 87-ൽ കേരളം കേരള നാട് KR ഗൗരി ഭരിച്ചിടുമെന്ന് മുദ്രാക്കം വിളിച്ച അതേ CPM-കാരന് പിന്നീട് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അതാണ്. അപ്പോൾ ഈ വനിതകളുടെ കാര്യത്തിൽ ഈ ബില്ലിലും അതുപോലെയുള്ള കാര്യത്തിലും കടലാസി മാത്രമാണ് ഈ വനിതകൾക്ക് വേണ്ടി ഇവർ പോരാടുന്നത്. ബാക്കിയൊക്കെ കണക്ക് തന്നെയാണ്. എന്താണെങ്കിലും BJP സർക്കാർ ഒരു പുനർവിചിന്തനം നടത്തുക. അവർ ശരിക്കും ഈ നാട് മുഴുവൻ വനിതാ പ്രക്ഷോഭം നടത്തുക അല്ല വേണ്ടത്. എന്താണ് ഇതിൻ്റെ ഹിഡൻ അജണ്ട? ഞങ്ങൾക്ക് ഹിഡൻ അജണ്ട ഇല്ല എന്നുള്ളത് ജനത്തെയും അതുപോലെ തന്നെ പാർലമെന്റ് അംഗങ്ങളെയും ധരിപ്പിക്കുക. ഇത് പ്രായോഗികമായി ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കുക, അതാണ് നല്ലത്. നിലവിലെ അവസ്ഥയിലാണെങ്കിൽ ഈ പ്രതിപക്ഷം വീണ്ടും വരുന്ന നിലപാടെടുക്കുകയും ഈ ബില്ല് പാസ്സാകുകയും ചെയ്യും, 3-2 ഭൂരിപക്ഷം ഇല്ലാതെ പോവുകയും ചെയ്യും. ഈ ബില്ലിന്റെ ചർച്ചയ്ക്കിടയ്ക്ക് വേറൊരു കാര്യം കൂടെ സംഭവിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തു. അലഹബാദ് ഇരട്ട പൗരത്വത്തിന്റെ പേരിൽ അവർ കേസെടുക്കും. അപ്പോൾ ആ സമയത്ത് ഈ കേസ് പെട്ടെന്ന് പൊന്തി വന്നതിനകത്തും ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും പ്രതിപക്ഷത്തിൻ്റെ ഒരു ഐക്യം കാരണം ഈ ബില്ലിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു, കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു.
കൂടുതൽ സാധാരണഗതിയിൽ മമതാ ബാനർജി അവസാന നിമിഷം എന്തെങ്കിലുമൊക്കെ ചില തീരുമാനങ്ങൾ മാറ്റം വരുന്നത്, പക്ഷേ ഇവിടെ മമത ഉറച്ചു നിന്നു അക്കാര്യത്തിൽ. ഒരു 10-30 പേര് പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ ഒപ്പിക്കായിരുന്നു ഇല്ല. അതെ അതെ. അപ്പം എന്തായാലും ആ ഒരു ബില്ല് തിരിച്ച് പിന്നെ റിജക്റ്റ് ചെയ്യപ്പെട്ടത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ആ ഒരു താൻ പ്രമാണിത്വത്തിനുള്ള വലിയ ഒരു തിരിച്ചടിയാണ്.